ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു വാട്ടേറ്റിനയുടെ നോക്കിയാലോ. ഈ ഷോർട്സ് ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലൊക്കെ വാട്ടേറ്റിനയുടെ കാണുമ്പോഴാണ് എനിക്കും അന്നേ ദിവസം തീർക്കാനായിട്ടുള്ള ഒരു ത്വര വരും. അപ്പൊ രാവിലെ തന്നെ സുടുസുടേനെ സുട്ടിട്ടുള്ള വെള്ളയപ്പോ, തൊട്ട് തലോടാനായിട്ട് ബാജിക്കറി, ഇഷ്ടുകറി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന ഉരുളക്കിഴങ്ങ് കറി, പിന്നെ നല്ല ആവി പറക്കണ സുലൈമാനി. ആഹാ, രാവിലത്തെ കാര്യം സെറ്റ്. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോ നല്ല ചൂടുള്ള കപ്പയും സൈഡിലെത്തിരി അച്ചാറും വീണ്ടും ഒരു സുലൈമാനിയും. രണ്ടു നേരം ലാവിഷ് ആയതുകൊണ്ട് ഉച്ചക്ക് വലിയൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല തിന്നാനായിട്ട്. എന്നാലും കുറച്ച് മുട്ട ചിക്കി പൊരിച്ചതും അച്ചാറും ഒക്കെ കൂടി കൂട്ടിയിട്ട് നൗറത്തിരി ചോറും. ഇത്രയും സാധനങ്ങളെ ചുമന്ന് നടക്കണ വയറിന്റെ ഭാരം കൂടിയപ്പോ ഉച്ചക്ക് ഞാനൊന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ കണ്ട സ്വപ്നത്തിൽ പഴയ സ്കൂളും കഞ്ഞിപ്പുരയൊക്കെ കണ്ടപ്പോ നൊക്ലാജി അടിച്ചപ്പോ ചെറുപയറ് കഞ്ഞിയും അതിന്റെ കൂടെ ഒരു 6-7 മത്തി പൊരിച്ചതും കൂടി. അപ്പോഴാണ് നമ്മുടെ കർമൂസ മരത്തിൽ ഒരു പപ്പായ പഴുത്തത് കണ്ടത്. പിന്നെ ഒരു പ്ലേറ്റ് പപ്പായ നുറുക്കിയത്. സൗന്ദര്യം കൂടെ നല്ലതല്ലേ. പിന്നെ ഒരു 6-7 മണിയപ്പോ പഴംപൊരി തിന്നാനൊരു പൂതികളൊന്നും അധികം വെച്ചോണ്ട് നിൽക്കാൻ പാടില്ല, ഉണ്ടാക്കുക തിന്നുക. ഇനിയിപ്പോ പള്ളന്റെ ഉള്ളിൽ ദമ്മിടാനായിട്ട് 3 ചപ്പാത്തിയും കുറച്ച് ഉള്ളിക്കറി മതി. ഇത്രേ ഉള്ളൂ.